Hello friends, welcome to Earnest Academy. അപ്പോൾ ജാനുവരി 2023 PSC കലണ്ടർ വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം ഷെഡ്യൂൾസ് ഒക്കെ നോക്കാം. അപ്പോൾ PSC കലണ്ടറിനെ കുറിച്ച് എക്സാം കലണ്ടറിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ടൊന്ന് പറയാം. നമുക്ക് ഒരു ഇപ്പോൾ ഒക്ടോബർ 25-നാണ് ജാനുവരി 2023 കലണ്ടർ വരുന്നത്. അതായത് ഈ മന്ത് ലാസ്റ്റ് 25 ഒക്കെ ആവുമ്പോഴത്തേക്കും 3 മാസം കഴിഞ്ഞിട്ടുള്ള ജാനുവരിയിലെ കലണ്ടർ വരും. ദെൻ നവംബർ 25 ആകുമ്പോഴത്തേക്കും ഫെബ്രുവരി 2023 കലണ്ടർ വരും. ഇങ്ങനെ ഒരു 3 മാസം ഗ്യാപ്പിലായിരിക്കും PSCയുടെ കലണ്ടേഴ്സ് വരുന്നത്. അപ്പോൾ ആ ജാനുവരി 2023 നടക്കുന്ന എല്ലാ PSC എക്സാമുകളും അവയുടെ ഡീറ്റെയിൽഡ് സിലബസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കലണ്ടറിൽ നിന്ന് കിട്ടും. ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് കൺഫർമേഷൻ എക്സാം എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരുന്നത്. അതുപോലെ എന്ന് അഡ്മിറ്റ് കാർഡ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഈ കലണ്ടറിൽ നിന്ന് കിട്ടും. കലണ്ടർ എടുക്കണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ PSC ഹോം എന്നൊരു സൈറ്റ് ഉണ്ട്. നമ്മുടെ കേരള PSC തുളസി അല്ലാണ്ട് PSC ഹോം എന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഡൗൺലോഡ്സിലൊക്കെ പോയാൽ എക്സാം ഷെഡ്യൂൾ കിട്ടും. അതിലാണ് എക്സാം കലണ്ടർ വരുന്നത്. ദെൻ നമുക്ക് ഈ ജാനുവരി 2023 കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 3 എക്സാംസ് ആണ് ജാനുവരി 2023 വരുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ എക്സാംസ് എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്ലംബർ കം ഓപ്പറേറ്റർ ആണ്, ഹെൽത്ത് സർവീസസിലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്നാണ് എക്സാം എന്നാണ് നമുക്ക് ആദ്യം കൊടുത്തേക്കുന്നത്. 4-ാം തീയതിയാണ്, ജാനുവരി 4 വെനസ്ഡേയിലാണ് പ്ലംബർ കം ഓപ്പറേറ്ററുടെ എക്സാം വരുന്നത്. ദെൻ അതിൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 087/2021. നിങ്ങൾ ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ PSC ലോഗിൻ ചെയ്യുക. ദെൻ മൈ ആപ്ലിക്കേഷൻസിൽ പോവുക. അവിടെ 2021 എടുത്തിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ എക്സാമുകളും മൈ ആപ്ലിക്കേഷൻസിൽ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിൽ 087/2021 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഈ PDF എടുത്താൽ നിങ്ങൾക്ക് ഈ എക്സാം ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് കിട്ടണമെങ്കിൽ ദേ കണ്ടോ, ഫോർ ഡീറ്റെയിൽഡ് സിലബസ് ക്ലിക്ക് ഹിയർ എന്നൊരു ലിങ്ക്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കിട്ടും ഈ എക്സാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി നോക്കിക്കേ, എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. പ്ലംബർ കം ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നത് മലപ്പുറത്ത് 1706 പേരും കണ്ണൂർ 747 പേരും മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ എക്സാമിന്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ ഒരു ഇച്ചിരി കുറവാണെന്ന് വേണേൽ പറയാം. അപ്പം ഇനി ഈ എക്സാമിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ NTC ലെവലാണ്, ITI ലെവലിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. 100 മാർക്കാണ് ക്വസ്റ്റ്യൻ, 1.5 മണിക്കൂറാണ് എക്സാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ ടെക്നിക്കൽ പേപ്പർ ആണെങ്കിൽ കൂടിയും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കൺഫർമേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കൺഫർമേഷൻ വരുമ്പോഴാണെന്ന് തോന്നുന്നു ഓപ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ മലയാളി ആണെങ്കിൽ അല്ല ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അത് ഓപ്റ്റ് ചെയ്യുക. ആ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടി വരുന്നത്. സോ മലയാളത്തിലായിരിക്കും, ടെക്നിക്കൽ എക്സാം ആണെങ്കിലും മലയാളത്തിലായിരിക്കും ഈ എക്സാം നടത്താൻ പോകുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ ഒബ്വിയസ്ലി OMR തന്നെ ആയിരിക്കും. നോക്കിക്കേ, കൺഫർമേഷൻ ഉള്ള ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത് 23/10 തൊട്ട് 11/11, നവംബർ 11 വരെ. ഒക്ടോബർ 23 തൊട്ട് നവംബർ 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം. ഈ ടൈമിൽ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ എക്സാം എഴുതാൻ ഒക്കത്തുള്ളൂ. എക്സാം എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് വരുന്നത്, അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും നോർമലി കൊടുക്കാറുണ്ട്. ഓക്കെ ഫൈൻ. നമുക്കിനി നോക്കാനുള്ളത് ഡീറ്റെയിൽഡ് സിലബസ് ആണ്. പ്ലംബർ കം ഓപ്പറേറ്ററുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. മലയാളത്തിൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ മലയാളത്തിലാണ് സിലബസ് കൊടുത്തേക്കുന്നത്. 100 മാർക്കാണ്. 10 മൊഡ്യൂളായിട്ട് തിരിച്ചേക്കാണ്. 10 മൊഡ്യൂളിൽ 1ാമത്തെ മൊഡ്യൂള് സുരക്ഷാ മാർഗങ്ങളും പ്ലംബിംഗ് ജോലികൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ്. ഈ സുരക്ഷാ മാർഗങ്ങൾ നമ്മുടെ സേഫ്റ്റി വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ITI ടെക്സ്റ്റുകളിലൊക്കെ ഉള്ളതാണ്. ഇത് രണ്ടിനൂടെ 10 മാർക്കാണ്. ദെൻ 2ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ലോഹങ്ങൾ, മെറ്റൽസും
പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സും ആണ്. പൈപ്പുകളും പൈപ്പിന്റെ ഫിറ്റിങ്ങുകളുമാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ മലയാളം വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പഠിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ദെൻ തേർഡ് മൊഡ്യൂളിൽ ജലവും ജലവിതരണവുമാണ്. അതായത് വാട്ടർ സോഴ്സസുകളെ കുറിച്ചിട്ടാണ്. ജലമാലിന്യങ്ങൾ, പൊല്യൂഷൻ വരുന്നുണ്ട്, അതിന്റെ പരിശോധനയും ശുദ്ധീകരണവും, ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കൽ, പൈപ്പ് ലൈനുകളുടെ പരിശോധനയും പരിഹാരവും, ഗാർഹിക ജലവിതരണ സംവിധാനം, ജലസംഭരണികൾ. അപ്പൊ നിങ്ങൾ വാട്ടർ അതോറിറ്റി പ്രിപ്പയർ ചെയ്തവരാണ് എങ്കിൽ അതിൽ സിവിൽ ടോപ്പിക്കിൽ വരുന്ന കുറച്ച് പോർഷൻസ് ആണ് വാട്ടർ റിസോഴ്സസ്. അപ്പൊ അതിന്റെയൊക്കെ ബേസിക്സ് ആണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ദെൻ പമ്പുകളും പ്ലംബിങ്ങും, വിവിധ തരത്തിലുള്ള പമ്പുകൾ, നമ്മുടെ സെൻട്രിഫ്യൂഗൽ, റെസിപ്രോക്കേറ്റിംഗ് പമ്പുകൾ, അവയുടെ റിപ്പയറിങ്. അപ്പം ഇത്തരം കാര്യങ്ങളോട് ITI ലെവലാവുമ്പോൾ റിപ്പയറിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളൂടെ പഠിക്കേണ്ടതായിട്ട് വരും. നാലാമത്തെ മൊഡ്യൂൾ അതാണ്. അഞ്ചാമത്തെ മൊഡ്യൂള് പ്ലംബിങ്ങും സാനിറ്ററി ഉപകരണങ്ങളുമാണ്. ഇതും നിങ്ങൾ ഗ്രേഡ് 3 ഓവർസിയർ ഒക്കെ പോലുള്ള പരീക്ഷകൾക്കാണെങ്കിൽ സാനിറ്ററി എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഉപകരണങ്ങൾ, നമ്മുടെ ട്രാപ്പും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതല്ലായിരുന്നു. സോയിൽ വേസ്റ്റ് ഫിറ്റിങ്ങുകൾ, ടാപ്പുകൾ, വാൽവുകൾ, ഈ വാൽവുകളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ശുചീകരണ ഉപകരണങ്ങൾ, ഫ്ലഷിംഗ് സംവിധാനം, ആധുനിക ബാത്റൂം ഉപകരണങ്ങൾ, പ്ലംബിംഗ്, ചിഹ്നങ്ങളുണ്ട്. അതായത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ, പ്ലാനിലും എലവേഷനും വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ സൈനുകളുണ്ട്, സിമ്പലുകളുണ്ട്. ITI ടെക്സ്റ്റിലൊക്കെ കാണും, ISO അംഗീകൃതമായിട്ടുള്ള കുറേ സിമ്പലുകൾ. അപ്പോൾ അതും പഠിക്കാനാണ് പറയുന്നത്. 10 മാർക്കാണ് ഓരോ മൊഡ്യൂളിനും കൊടുത്തേക്കുന്നത്. ദെൻ 6 ബന്ധനമാണ്. അതായത് കണക്ഷൻസ്, വിവിധ തരത്തിലുള്ള ബന്ധനങ്ങൾ, ബന്ധന രീതികൾ, അത് പല ടൈപ്പ് കണക്ഷൻസ് വരുന്നത്, അതിൻ്റെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ദെൻ 7ാമത്തെ മൊഡ്യൂൾ ശുചീകരണ സംവിധാനമാണ്. ക്ലീനിങ് ഡിവൈസസുകളെ പറ്റിയാണ് പഠിക്കേണ്ടത്. അത് വീടുകളിലെ പൈപ്പ് സ്ഥാപിക്കുന്നതുണ്ട്, മാലിന്യ സംഭരണികൾ, വാതായന കുഴലുകൾ, പൊതു ശുചീകരണ സംവിധാനങ്ങൾ, ശുചീകരണ പൈപ്പുകളുടെ പരിശോധന, മൊത്തത്തിലുള്ള ക്ലീനിങ് ആണ് പറയുന്നത്. അത് പബ്ലിക് സിസ്റ്റത്തിലെയും ഓരോ പ്രൈവറ്റ് വീട്ടിലെയും ക്ലീനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ പൈപ്പുകളുടെ ബന്ധിപ്പിക്കലും സ്ഥാപിക്കലും, പൈപ്പ് ജോയിൻസിനെ പറ്റിയുള്ളൊരു മൊഡ്യൂളാണ് 8ാമത്തെ മൊഡ്യൂൾ വരുന്നത്. ദെൻ 9ാമത്തെ മൊഡ്യൂൾ മേസണറി ആണ്. നമ്മുടെ സിവിലിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ബ്രിക്ക് മേസണറിയും അതിൻ്റെ നിർമ്മാണ, സ്റ്റോൺ മേസണറി ഉണ്ട്, ബ്രിക്ക് മേസണറി ഉണ്ട്, അതുവഴി ഉപയോഗിക്കുന്ന പണി ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവിധ തരം നിർമ്മാണ രീതികൾ. നിങ്ങൾ മേസണറി ബേസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലേ, സ്റ്റോൺ മേസണറി ആണെങ്കിൽ നമ്മുടെ അഷ്ലാറും അത്തരത്തിലുള്ള പല രീതിയിൽ പഠിക്കാനില്ലേ മേസണറികൾ. അതുപോലെ നമ്മുടെ ബ്രിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ട്, ഗാർഡൻ ബോണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വിവിധ തരം നിർമ്മാണ രീതികൾ. ദെൻ ഗുണനിലവാര പരിശോധന, സ്കഫോൾഡിങ് അറിയാലോ, നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മേസണറിയിൽ പറയുന്നത്. ദെൻ 10ാമത്തെ മൊഡ്യൂളിൽ 2 ടോപ്പിക്ക് വരുന്നുണ്ട്. മഴവെള്ള സംഭരണവും തപ്ത ജലവിതരണ സംവിധാനങ്ങളും. മഴവെള്ള സംഭരണത്തിന്റെ നേട്ടങ്ങൾ, മഴവെള്ള സംഭരണികൾ, ഈ 2 കാര്യങ്ങളാണ് മഴവെള്ള സംഭരണത്തിൽ പഠിക്കാനുള്ളത്. തപ്ത ജലവിതരണത്തിൽ വാട്ടർ ഹീറ്ററുകൾ, ശീതജല വിതരണ രീതികൾ, തപ്തജല വിതരണ രീതികൾ, സൗരോർജ ജല തപ്ത വിതരണ സംവിധാനം, ഹീറ്റും ടെമ്പറേച്ചറും. അപ്പോൾ ഇവയുടെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ACD സിലബസുകളിൽ പോലും വരുന്ന ടോപ്പിക്കുകളാണ്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഒക്കെ. അപ്പോൾ ഇത്രയുമാണ് 10 മൊഡ്യൂൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. കാൻഡിഡേറ്റ്സ് കുറവാണ്. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. മലപ്പുറവും കണ്ണൂരുമാണ് ജോലിക്ക് വിളിച്ചേക്കുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത്, നെക്സ്റ്റ് എക്സാം മെക്കാനിക്കാണ്. മെക്കാനിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ മെക്കാനിക്കലാണ്. പോസ്റ്റ് 545/2019 ആണ് കാറ്റഗറി. ഇതും ഡിസ്ട്രിക്ട് വൈസ് ആണ് വിളിച്ചത്. കോട്ടയത്തും എറണാകുളത്തും. കോട്ടയത്ത് 420 പേരും എറണാകുളത്ത് 694 പേരും മാത്രമാണ് എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സാം വരാൻ പോകുന്നത് January 6th ഫ്രൈഡേയിലാണ്. അപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സിലാവുമ്പം മോസ്റ്റ് പ്രോബബ്ലി എക്സാം വരുന്നത് 7:30 തൊട്ട് 9 വരെ ആയിരിക്കും രാവിലെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് സ്ഥലമോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് രാവിലെ പോയി എഴുതാവുന്ന രീതിയിലുള്ള ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾ താമസിക്കുന്നത് ആ രീതിയിൽ വേണം കൊടുക്കാൻ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ITI ലെവൽ തന്നെയാണ്, NTC ലെവലാണ്. 100 മാർക്കാണ്, 1.5 മണിക്കൂറാണ്. ഇവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. സോ മലയാളത്തിലാക്കി പഠിക്കേണ്ട കാര്യമില്ല, ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാൽ മതി. OMR എക്സാം ആയിരിക്കും. ദെൻ കൺഫർമേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ October 23 തൊട്ട് November 11 വരെയാണ്. കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിന് അഡ്മിറ്റ് കാർഡ്,
ഡിസംബർ 23 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം SMS വരും, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് SMS വരും. ദെൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലോട്ട് പോകാം. മെക്കാനിക്കിന് 4 പാർട്ടായിട്ടാണ് എക്സാം സിലബസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഫിറ്ററിനാണ്, 50 മാർക്കാണ്. അപ്പോൾ ഫിറ്ററിന്റെ ITIയുടെ നിമി ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് പഠിക്കാനായിട്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 5 മാർക്കിന് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ് വരുന്നത്. നമുക്കറിയാം അല്ലേ, സ്ക്രൈബേഴ്സ് ഉണ്ട്, ഡിവൈഡേഴ്സ് ഉണ്ട്, ഡേറ്റ് ആൻഡ് കാലിപ്പേഴ്സ്, പലതരത്തിലുള്ള പഞ്ചുകൾ, സർഫസ് ഗേജ്, വി ബ്ലോക്ക്, സർഫസ് പ്ലേറ്റ്, അങ്ങനെ ആംഗിൾ പ്ലേറ്റ്, അതുപോലുള്ള മാർക്കിങ്ങിനും ഉപയോഗിക്കുന്ന ഡിവൈസുകളും മാർക്കിങ്ങിനെ പറ്റിയാണ് ഫസ്റ്റ് മൊഡ്യൂൾ 5 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. ഹാൻഡ് ടൂൾസിൽ വരുന്നതാണ് നമ്മുടെ ഹാമേഴ്സ് ഉണ്ട്, വൈസ് ക്ലാംപ്സ് ഉണ്ട്, സ്പാനേഴ്സ്, പില്ലേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്റ്റീൽ റൂൾസ്, ട്രൈ സ്ക്വയർ, പിന്നെ ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സ്, ജെന്നി കാലിപ്പർ ഉണ്ട്, സ്ട്രൈറ്റ് എഡ്ജ് കാലിപ്പർ ഉണ്ട്. അതുകൂടാണ്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ആംഗിൾ മെഷർമെന്റ് വരുന്നുണ്ട്, ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ഇവയെല്ലാം കൂടെ 5 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. മൊഡ്യൂൾ 3 പറയുന്നത് 5 മാർക്കിന് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ ആണ് അല്ലേ. അപ്പൊ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫയൽസ്, ടൈപ്സ് ഓഫ് ഫയൽസ് വരുന്നുണ്ട്, അത് ഗ്രേഡ്സ് ഉണ്ട്, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട് അല്ലേ. അത് കൂടാണ്ട് അതിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ്, ദെൻ കോൺവെക്സിറ്റി, അതുപോലെ ഫയലിംഗ് ടെക്നിക്കുകൾ പഠിക്കണം. ഇത് കൂടാണ്ട് ഹാക്സ് ഓഫ് ഫ്രെയിംസ് ആൻഡ് ബ്ലേഡ്സ് വരുന്നുണ്ട്, ചിസലും അതിന്റെ ടൈപ്സും വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഡ്രില്ല് വരുന്നുണ്ട്, റീമേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രില്ലിംഗ് സ്പീഡ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ അവയുടെയൊക്കെ ഇക്വേഷനും ചിലപ്പോൾ ചെറിയ പ്രോബ്ലവും, പിന്നെ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസുകൾ വരുന്നുണ്ട്, കൗണ്ടർ സിങ്കിങ്, അതുപോലുള്ള പലതരത്തിലുള്ള മെഷീനിങ് വർക്കുകൾ, റേഡിയസ്, ഫില്ലറ്റ് ഗേജ്, ഫീലർ ഗേജ് തുടങ്ങിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേജസ് വരുന്നുണ്ട്. അതുപോലെ ഗ്രൈൻഡിങ്ങിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷനും ഗ്രൈൻഡിങ് മെഷീൻസിനെ കുറിച്ചൊക്കെയാണ് തേർഡ് മൊഡ്യൂളുള്ളത്. തേർഡ് മൊഡ്യൂളിനും 5 മാർക്കാണ്. ഫോർത്ത് മൊഡ്യൂള് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതായത് മൈക്രോമീറ്റേഴ്സ്, കാലിപ്പേഴ്സ്, വെർനിയർ, ഡയൽ കാലിപ്പർ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഇവയുടെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളുകൾ, കമ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ അവയുടെ എറർ മെഷർമെന്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. വീണ്ടും ഗേജസ് വരുന്നുണ്ട്, ഇവിടെ ആംഗിൾ ഗേജ്, സ്ലിപ്പ് ഗേജ് വരുന്നുണ്ട്, അതുപോലെ ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്, ഇന്റർചേഞ്ചബിലിറ്റി, ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. 5 മാർക്കാണ്. ഇതൊക്കെ നമ്മുടെ സ്ഥിരം ടോപ്പിക്കുകളാണ്. നിങ്ങൾ ഓവർസിയർ എക്സാമുകളൊക്കെ അങ്ങനെ ITI ലെവലിലുള്ള ഏത് മെക്കാനിക്കൽ സൈഡിലോട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ പഠിക്കുന്ന സ്ഥിരമായിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇതെല്ലാം. ദെൻ മൊഡ്യൂൾ 5 മാർക്കിന് വരുന്നത് ഫാസ്റ്റ്നേഴ്സും പവർ ട്രാൻസ്മിഷനും ആണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നട്ട്, ബോൾട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെഡുകളൊക്കെ വരുന്നത് അല്ലേ. ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, കീയ്, ബോൾട്ട്, വാഷേഴ്സ്, സ്റ്റഡ്സ്, സെറ്റ് സ്ക്രൂ, അതുപോലെ കപ്ലിംഗ് വരുന്നുണ്ട്, ക്വാർട്ടർ പിൻ കപ്ലിംഗ് ഉണ്ട്, സർക്ലിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സോൾഡറിങ്, ബ്രേസിങ്, റിവറ്റിങ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനിൽ ബെൽറ്റ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഗിയേഴ്സുമേ പറയുന്നുള്ളൂ, റോപ്പ് എടുത്ത് പറയുന്നില്ല. സോ ബെൽറ്റ് ആൻഡ് ഗിയേഴ്സ് മാത്രം പഠിച്ചാൽ മതിയാകും. ദെൻ നമുക്ക് 6ാമത്തെ മൊഡ്യൂൾ 5 മാർക്കിനാണ്. എല്ലാ മൊഡ്യൂളും ഫിറ്റർ 50 മാർക്കിലുള്ള എല്ലാ മൊഡ്യൂളും 5 മാർക്കിന് 10 മൊഡ്യൂളായിട്ടാണ് ഫിറ്റർ പറഞ്ഞേക്കുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് ആയി ഇവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ മെറ്റൽസ് വരുമ്പോൾ ഫെറസും ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്, ഇവയുടെയൊക്കെ അലോയികൾ വരുന്നുണ്ട്, കാസ്റ്റേൺ ടൈപ്പുകൾ വരുന്നുണ്ട്, സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്, പിന്നീട് ടൈപ്പ് ഓഫ് സ്റ്റീൽ അലോയ്, അത് കൂടാണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ, അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, കേസ് ഹാർഡനിങ് ഒക്കെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ദെൻ മൊഡ്യൂൾ 7ാമത്തേത് 5 മാർക്കിന് വരുന്നത് ഫോർജിങ് ആണ്. ഫോർജ് ചെയ്യുന്ന കാര്യങ്ങൾ, റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഫോർജിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളുകൾ, കട്ടിംഗ് ടൂള്, അതിനുപയോഗിക്കുന്ന അൻവില്, ഫോർജിങ് ഓഫ് സ്റ്റീല്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് ഓപ്പറേഷൻസ്, ഡിഫക്ട്സ്, അപ്സെറ്റിങ്ങിൻ്റെ ഡിഫക്ട്സും ഡ്രോയിങ് ഔട്ടിൻ്റെ ഡിഫക്ട്സ് എടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെ ഡിഫക്ട്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്. ദെൻ നമുക്ക് പോകാനുള്ളത് 8 ഷീറ്റ് മെറ്റൽ വർക്കാണ് 5 മാർക്കിന്. അതിന് വരുമ്പോൾ അതിനുപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് സ്നിപ്സ്, മെറ്റൽ ഷീറ്റ്, മാലറ്റ്, ഷീറ്റ് മെറ്റൽ, ഹാൻഡ് ടൂൾസ്, കോമ്പസ്, സ്റ്റേക്സ്, അവയുടെ ടൈപ്പ്, യൂസസ്, അതുപോലെ തന്നെ മെറ്റൽസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. 9ാമത് വരുന്നത് വെൽഡിംഗ് ആണ് 5 മാർക്കിന്. വെൽഡിങ്ങിന് ഉപയോഗിക്കേണ്ട ജനറൽ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്യാസ് വെൽഡിങ് പറയുന്നുണ്ട്, ടൈപ്സ് ഓക്സി അസറ്റിലും ഫെയിംസിന്റെ ടൈപ്പുകളും അതിന്റെ യൂസുകളും, അസറ്റിലും ഗ്യാസ് ജനറേറ്റേഴ്സ് പറയുന്നുണ്ട്, നോസിലിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ കോമൺ മെറ്റലുകളുടെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് നോസിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുന്നത്, ദെൻ ഫ്ലാഷ് ബാക്ക്, ബാക്ക് ഫയർ പോലുള്ള ചില പ്രോസസ്സുകളെ പറ്റി പറയുന്നുണ്ട്. അത് കൂടാണ്ട് ആർക്ക് വെൽഡിങ്ങും പിന്നീട് വെൽഡിംഗ് ഡിഫക്ട്സും ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡ്സും ആണ് പറയുന്നത്. ഇവിടെ കുറച്ച് സിമ്പലുകളൊക്കെ വെൽഡിന്റെ പഠിക്കാൻ കാണും.
ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങുമാണ് കൃത്യമായിട്ട് പറയുന്നത്. അടുത്തത് 10ാമത്തെ മൊഡ്യൂൾ ലെയ്ത്ത് ആണ്. നമുക്കറിയാമല്ലേ ലെയ്ത്തിൻ്റെ സ്ഥിരമായിട്ട് പറയേണ്ട സ്പെസിഫിക്കേഷൻസും കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, കട്ടിംഗ് ടൂൾ ഓപ്പറേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. 5 മാർക്കിനാണ്. അപ്പോൾ ഇങ്ങനെ 50 മാർക്കിനാണ് പാർട്ട് 1 ഫിറ്ററിൽ നിന്ന് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് മെക്കാനിക്കാണ്, ട്രാക്ടർ മെക്കാനിക്കാണ് കേട്ടോ, 20 മാർക്കിന്. അത് പഠിക്കാനുള്ളത് നമുക്ക് ക്ലച്ചാണ്. ഇതൊക്കെ നമ്മുടെ സത്യത്തിൽ മെക്കാനിക്കലിൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 2 ഈവൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പോലും വരുന്ന സിലബസിൽ തന്നെ വരുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ ഇനി എക്സ്ട്രാ വരുന്നതാണ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ ഫൈനൽ ഡ്രൈവ് ആൻഡ് ഡ്രൈവ് ഷാഫ്റ്റ്, ഇതൊക്കെ കുറച്ചുകൂടെ ഓട്ടോമൊബൈൽ സൈഡിലോട്ടാണ് ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആക്സിലിനെ കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ദെൻ റിഡക്ഷൻ ഗിയർ, അതിൻ്റെ പർപ്പസും ഫംഗ്ഷനിങ്ങും മാത്രം പഠിക്കാനാണ് അവർ സിലബസിൽ പറയുന്നത്. അടുത്തത് സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷൻ സിസ്റ്റംസ്. ഇനി ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ MMV ജൂനിയർ ഇൻസ്ട്രക്ടറോ അല്ലെങ്കിൽ AMVIO പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഈ സിലബസ്. കാരണം ഓട്ടോമൊബൈലിൻ്റെ സിലബസ് ആണ് ഇത്. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ MMVയുടെയും AMVIയുടെ ഒക്കെ എക്സാംസിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെയാണ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. നമ്മുടെ ഓട്ടോമൊബൈലിലെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു പോകും. ദെൻ വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് യൂസ് ഓഫ് പവർ ടില്ലർ. ഇത് ട്രാക്ടറിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ട്രാക്ടറിൻ്റെ എടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ അതിനകത്ത് വരുന്ന ക്ലച്ച് ബ്രേക്ക് മെക്കാനിസം, ഇറിഗേഷൻ പമ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ട്രാക്ടർ എക്യുപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതെങ്ങനെയാണ് കൾട്ടിവേറ്ററും സീഡ് ഡ്രിൽസും അങ്ങനെ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ട്രാക്ടറിൻ്റെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് പഠിക്കാനുണ്ട്. ഹിച്ചിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നീട് കൾട്ടിവേറ്റേഴ്സ്, ഇതൊക്കെ പ്രോപ്പർ ട്രാക്ടർ സൈഡിലോട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. കേജ് വീല്, റോട്ടാവേറ്റർ, റോട്ടറി, ഗ്രാസ് മൂവർ, പവർ ടില്ലർ, ഇത്രയും ടോപ്പിക്കുകൾ വരുന്നുണ്ട്. നമുക്ക് 20 മാർക്കിന് ട്രാക്ടറിൽ. അപ്പോൾ കുറച്ച് ടോപ്പിക്ക് നമ്മുടെ ഓട്ടോമൊബൈലും ബാക്കി ട്രാക്ടറിൻ്റെ തന്നെ ടോപ്പിക്കുകളും വരുന്നുണ്ട്. ദെൻ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ MMVയുടെ സെയിം സിലബസ്, MMV എന്ന് തന്നെയാണ് ആ പാർട്ട് 3യുടെ ഉള്ളത്. 15 മാർക്ക്. സോ AMVIക്കാർക്കും MMVക്കാർക്കും ഷുവറായിട്ട് കിട്ടുന്ന 15 മാർക്കാണിത്. വെഹിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ പാർട്ടുകൾ, ദെൻ ഡിഫറൻഷ്യലിനെ കുറിച്ച്, അങ്ങനെ അതിലെ വേരിയസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഡിവൈസുകൾ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ പോലുള്ള കാര്യങ്ങൾ, പാർക്കിംഗ് ബ്രേക്കിനെ കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിന്, അതിൻ്റെ പ്രോസസ്സുകൾ, ദെൻ നമ്മുടെ IC എഞ്ചിൻ്റെ കമ്പോണൻസ്. അത് എല്ലാവർക്കും അറിയാം, ഓട്ടോമൊബൈൽ തന്നെ പഠിക്കണമെന്നില്ല, മെക്കാനിക്കലുകാർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങൾ. ദെൻ വാൽവുകൾ, വാൽവ് ട്രെയിനിങ്, ഇതെല്ലാമാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 1 5 മാർക്കാണ്. മൊഡ്യൂൾ 2 പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് വരുന്നത്. ക്ലച്ച്, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, ക്ലച്ച് കമ്പോണൻസ്, അതുപോലെ ഗിയർ റേഷ്യോ, കോമ്പൗണ്ടഡ് ഗിയർ ട്രെയിൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയും മൊഡ്യൂൾ 2 പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം കുറവാണ് കണ്ടന്റ്, 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ദെൻ മൊഡ്യൂൾ 3 നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് 5 മാർക്കിന്. അതിനകത്ത് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്കുകൾ വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, എക്സോസ്റ്റ് ബ്രേക്ക്, ഇലക്ട്രിക് ബ്രേക്കുകൾ, അങ്ങനെ പല ടൈപ്പ് ബ്രേക്കുകളെ കുറിച്ചും, പിന്നീട് ഇലക്ട്രോ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് EHB എന്ന് പറയുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റത്തെക്കുറിച്ച്, അങ്ങനെ ടോട്ടലായിട്ട് ബ്രേക്ക് സിസ്റ്റത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് സസ്പെൻഷൻ സിസ്റ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. നമ്മുടെ MMVക്കാർക്ക് അറിയാലോ ഓൾറെഡി 5 മാർക്കിനാണ് വരുന്നത്. അപ്പം ഇതാണ് പാർട്ട് 3, 15 മാർക്കിന് 3 മൊഡ്യൂൾ 5 മാർക്കിന്റെ വീതമായിട്ട്. ദെൻ പാർട്ട് 4 മെക്കാനിക് ഡീസൽ. ഇതും നിങ്ങൾക്ക് MMVയോ ഓട്ടോമൊബൈലോ പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൊഡ്യൂൾ 15 മാർക്കാണ്. അപ്പോൾ 5 മൊഡ്യൂളായിട്ടാണ്. ഫസ്റ്റ് ഡീസൽ എഞ്ചിൻ്റെ ഓവർവ്യൂ 3 മാർക്കിന്. അത് ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. രണ്ടാമത്തേത് ഡീസൽ എഞ്ചിൻ്റെ കമ്പോണൻസ് 3 മാർക്കിന്. കമ്പോണൻറ്റും വാൽവ് ടൈമിങ്, പിസ്റ്റൺ റിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ മൂന്നാമത്തെ മൊഡ്യൂള് കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം 3 മാർക്കിന്. നാലാമത്തെ മൊഡ്യൂള് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം 3 മാർക്കിന്. അടുത്ത 5ാമത്തേത് ഡീസൽ ഫ്യൂൽ സിസ്റ്റം. പക്കാ ഡീസൽ എഞ്ചിൻ്റെ എല്ലാ ടോപ്പിക്കുകളുമാണ് ഇട്ടേക്കുന്നത്. 3 മാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് 15 മാർക്ക്. ഇത്രയാണ് നമ്മുടെ മെക്കാനിക്ക് എന്ന് പറയുന്ന എക്സാമിൻ്റെ സിലബസ് വരുന്നത്. എല്ലാ സിലബസിൻ്റെ ലാസ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു നോട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുതന്നേ ഉള്ളൂ. അതായത് ഇതിൽ നിന്ന് തന്നെ വേണമെന്നില്ല ക്വസ്റ്റ്യൻസ് വരാൻ. ഇതിൽ ചോദിച്ചേക്കുന്ന എല്ലാ സിലബസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. ഇങ്ങനെയുള്ള 2 കാര്യം PSC ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞൊഴിയാണ്. അഥവാ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാലും PSC ആരും പോയി
കേസ് കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി കൊടുക്കുന്നതാണ്. എല്ലാ സിലബസിൻ്റെ ലാസ്റ്റിലും വരുന്നൊരു നോട്ടാണിത്. കാര്യമാക്കേണ്ട കാര്യമില്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് ഇത്തവണ വിളിച്ചേക്കുന്ന മൂന്നാമത്തെ ടെക്നിക്കൽ എക്സാം ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് വിളിച്ചേക്കുന്നത്. മെക്കാനിക് ആൻഡ് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അല്ലേ, കേരള PSCയിൽ ടെക്നിക്കൽ സൈഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള എക്സാമുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ITIയിൽ സാറായിട്ട് കയറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പിടിയുള്ളൊരു പോസ്റ്റാണിത്. 461/2021 വിളിച്ചതാണ്. കാറ്റഗറി നമ്പർ 461. 29,968. ഏകദേശം 30,000-ഓളം പേരാണ് എക്സാം എക്സാമിന് അപ്ലൈ ചെയ്തേക്കുന്നത്. 7-ാം തീയതി ജാനുവരി 7 സാറ്റർഡേ ആണ് എക്സാം. അപ്പം അതൊരു വീക്കെൻഡ് ആണ്. സോ എല്ലാവർക്കും വർക്കിംഗ് ഡേ ഒന്നും അല്ല. കുറച്ച് പേർ കൂടെ എക്സാമിന് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ എക്സാം കോമ്പറ്റീഷൻ കൂടും. ദെൻ ഇതിനും കൺഫർമേഷൻ ഒക്ടോബർ 23 തൊട്ട് നവംബർ 11 വരെയാണ് കൊടുക്കേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഡിസംബർ 24 തൊട്ട് നമുക്ക് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് അത്തരം പേടികളൊന്നും വേണ്ട. നമുക്ക് സിലബസിലോട്ട് പോകാം. ഫസ്റ്റ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ടെക്നോളജി ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളാണ്. നമ്മൾ MMVക്കൊക്കെ പഠിക്കുന്നതാണ്. വർക്ക്ഷോപ്പ് സേഫ്റ്റി പ്രാക്ടീസുകളെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ പവർ ടൂളുകളെ പറ്റി പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ മെക്കാനിക്കൽ സൈഡിലെ കുറച്ച് ടോപ്പിക്കുകളാണ്. അതായത് MMVക്കാർക്കൊക്കെ അറിയാവുന്ന ടോപ്പിക്കുകൾ, നമ്മുടെ ഈ മെക്കാനിക്കൽ ITIയുടെ ഫിറ്ററിൻ്റെയും ഒക്കെ ടോപ്പിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻസ് കാണുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് അവിടെ പറയുന്നത്. ദെൻ മൈക്രോമീറ്റേഴ്സ്, അതുപോലെ സ്ക്രൂസ്, നട്ട് ആൻഡ് ബോൾട്ട് എല്ലാം പറയുന്നുണ്ട്. ഫയൽ വരുന്നുണ്ട്. ഡ്രില്ലിംഗ് മെഷീനെ പറ്റിയുണ്ട്. ദെൻ ഷീറ്റ് മെറ്റൽ വരുന്നുണ്ട്. ഇത് ഇത്രയും വലിയൊരു ടോപ്പിക്കാണ്. ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ ഫിറ്ററിൻ്റെ ഒക്കെ ടോപ്പിക്ക് കംപ്ലീറ്റ് എടുത്തിട്ട് 10 മാർക്കാണ് പറഞ്ഞേക്കുന്നത്. സോ അതൊരു വാസ്റ്റായ ടോപ്പിക്കാണ്. നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഇത് പഠിക്കാൻ നിൽക്കുക. ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടോ അതിനുവേണ്ടിയുള്ള 10 മാർക്കിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കുക. ദെൻ രണ്ടാമത്തേത് ബേസിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനാണ്. ഇവിടെ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട്. അതായത് മാനുഫാക്ചറിങ്, ഓട്ടോ ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററി ഉണ്ട്, റോഡ് മാനുഫാക്ചറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അത് ഓട്ടോമൊബൈലിൻ്റെത് ഓട്ടോമൊബൈലുകാരുടെയിലും റോഡ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ അത് സിവിൽ സൈഡിലോട്ടും ഉള്ളതാണ് ടോപ്പിക്ക്. ദെൻ ബേസിക് എൻജിൻ ടെർമിനോളജി ഉണ്ട്. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണിത്. അതുപോലെ ഡിഫറൻറ്റ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റംസ് വരുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോമൊബൈൽ സൈഡിൽ നിന്നുള്ളതാണ്. കമ്പോണന്റ് ലേഔട്ട്, ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ പറയുന്നുണ്ട്. ലൂബ്രിക്കേഷൻ സിസ്റ്റം പറയുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വെഹിക്കിൾസ് എല്ലാം. അപ്പോൾ ഇത് ശരിക്കും ഇതും വളരെ വലിയൊരു സിലബസും അതിന് 10 മാർക്ക് വീതമാണ് കൊടുത്തേക്കുന്നത്. സോ ആക്ച്വലി ഈ ഓട്ടോമൊബൈൽ സൈഡിലുള്ളത് ടോപ്പിക്ക് കൂടുതലുണ്ട് കേട്ടോ. 19-20 മാർക്കാണ് എങ്കിലും. ദെൻ നെക്സ്റ്റ് ഓട്ടോമൊബൈൽ ചാസിസിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ സ്റ്റിയറിങ് വരുന്നുണ്ട്, അതിൽ ബ്രേക്ക് വരുന്നുണ്ട്, ഈ ചേസിസ് സസ്പെൻഷൻ സിസ്റ്റം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് 5 മാർക്കാണ്. 5 മാർക്കിന് വേണ്ടിയിട്ടാണ് ഓട്ടോമൊബൈൽ ചേസിസ് വരുന്നത്. ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ ആണ് ദെൻ നെക്സ്റ്റ് 10 മാർക്കിന്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഓട്ടോമൊബൈൽ സൈഡിൽ നിന്നും മാത്രം നിങ്ങൾക്ക് 10, 15, 20, 25, 35 മാർക്ക് ഓട്ടോമൊബൈൽ സൈഡിൽ നിന്നും മാത്രം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് MMV AMVI പഠിക്കുന്നവർക്കൊക്കെ ഈ 35 മാർക്ക് ഉറപ്പിക്കണം. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. മെക്കാനിക്കലിൻ്റെയൊക്കെ നമ്മുടെ ബേസിക്സ് വരുന്നതാണ്. മെറ്റീരിയൽ സയൻസും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും. ഇതിൽ വെൽഡിംഗ് പ്രോസസ്സ് പറയുന്നുണ്ട്, ഗ്യാസ് വെൽഡിങ്ങും ആർക്ക് വെൽഡിങ്ങും പറയുന്നുണ്ട്. ദെൻ ഹാർഡനിങ് പ്രോസസ്സ് പറയുന്നുണ്ട്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഹാർഡനിങ് അല്ല, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് പറയുന്നുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷൻ, മെറ്റീരിയൽസിൻ്റെ മെറ്റാലിക്, നോൺ മെറ്റാലിക് ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ ടൈപ്സ്, കാര്യങ്ങൾ, NDT ടെസ്റ്റുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാർട്ടിലുള്ള ബേസിക് മെക്കാനിക്കൽ പ്രോപ്പർട്ടികളെ പറ്റിയും അതിൻ്റെ ടെസ്റ്റുകളും അതിൻ്റെ കാര്യങ്ങളും ഇക്വേഷൻസും ഒക്കെയാണ് പറയുന്നത്. ഇതിനെല്ലാം കൂടെ 5 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. അതിൽ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിക്സ് വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് ടേമുകളും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ വരുന്നുണ്ട്. സ്പെസിഫിക് വോളിയം ആവട്ടെ, അങ്ങനെയുള്ള വിസ്കോസിറ്റി പോലുള്ള. ദെൻ
ഫ്ലോസ്, ടൈപ്സ് ഓഫ് ഫ്ലോ, ലാമിനാർ, ടർബലന്റ് ഫ്ലോയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ എനർജിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബെർണോളിസ് ഇക്വേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസും, അത് നോച്ച്, നമ്മുടെ വിയർ, അങ്ങനെ പൈപ്പുകൾ പോലുള്ള ഓർഫീസുകൾ പോലുള്ളവയുടെ കാര്യങ്ങൾ. പിന്നെ പാസ്കൽ ലോ പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് ഡയറക്ഷൻ കൺട്രോൾ വാൽവ് എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. കുറച്ച് വാൽവുകളുടേത് എടുത്തു പറയുന്നുണ്ട്. അപ്പം അതും ഓട്ടോമൊബൈൽ സൈഡിലോട്ടാണെന്ന് തോന്നുന്നു. ഫ്ലോ കൺട്രോൾ വാൽവ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഒക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഇതിനെല്ലാം കൂടി 5 മാർക്കാണ്. ദെൻ ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, അതിലാണ് നമ്മുടെ ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറുകൾ, ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ ജനറേറ്റർ ആൻഡ് ഓൾട്ടർനേറ്റർ വരുന്നുണ്ട്. സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം വരുന്നുണ്ട്. ദെൻ കുറച്ച് സർക്യൂട്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. ഡിസ്ചാർജ് ലൈറ്റുകൾ, നമ്മുടെ ടെയിലൻ്റ് ലൈറ്റുകൾ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ അതിനൊക്കെ ഉപയോഗിക്കുന്ന വയറുകളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും വരുന്നുണ്ട്. പിന്നെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റർ, നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്യൂട്ടുകൾ, പല ടൈപ്പ് സ്വിച്ചുകൾ, ISO റിലേസ്, സോളിനോയിഡ്സ്, ബസേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഡയോഡുകൾ, അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക് പോർഷൻസും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 35 മാർക്കാണ്. അപ്പം നമുക്ക് 35 മാർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്, 35 മാർക്ക് ഓട്ടോമൊബൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ 70 മാർക്ക് വരുന്നുണ്ട്. ദെൻ FM-ഉം നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർത്തൊരു 10 മാർക്കും വരുന്നുണ്ട്, 80 മാർക്ക്. ദെൻ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, വീണ്ടും ഓട്ടോമൊബൈലുകാർക്കാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. ഇവയുടെ സെൻസേഴ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, മാനേജ്മെന്റ്, എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, അതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറ് ക്രാഷ് ആവുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെല്ലാം കൂടെ 10 മാർക്കാണ് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ്ങിന് 5 മാർക്കും ഫ്യൂവൽസ് ആൻഡ് കമ്പഷനെ കുറിച്ച് പഠിക്കുന്നതിന് 5 മാർക്കും. ഇങ്ങനെയാണ് ടോട്ടൽ 10 മൊഡ്യൂളാണ്. അതിൽ 100 മാർക്കിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറയുന്നുണ്ട് എങ്കിലും അതിന് 35 മാർക്ക് മാത്രമാണ് വരുന്നത്. സോ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ സൈഡിലുള്ളവർക്കാണ് ബാക്കി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു 65 മാർക്കോളവും വന്നേക്കുന്നത്. സോ അവർക്കായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ്. നിങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സൈഡിലുള്ളവർ കൂടുതലായിട്ട് മെക്കാനിക്കൽ പഠിച്ചിട്ട് മാത്രമേ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവൂ. ആ രീതിയിൽ വേണം കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകാൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജാനുവരി 2023 വന്നേക്കുന്ന ടെക്നിക്കൽ എക്സാമുകൾ. ഇതിൻ്റെ സിലബസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞ പ്ലംബർ കം ഓപ്പറേറ്റർ, നമ്മുടെ ട്രേഡ്സ്മാൻ പ്ലംബറിൻ്റെയും ഇനി വരാൻ പോകുന്ന JA പ്ലംബറിൻ്റെ ഒക്കെ സിലബസുമായിട്ട് വളരെ സാമ്യമുണ്ട്. സോ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. രണ്ടാമത് പറഞ്ഞ മെക്കാനിക്ക്, നമ്മുടെ മെക്കാനിക്കൽ സൈഡിലോട്ടുള്ള എല്ലാവർക്കും അഡീഷണൽ ആയിട്ട് കുറച്ച് ട്രാക്ടർ മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഗ്രേഡ് 3, ഗ്രേഡ് 2 ഓവർസിയർ എക്സാമുകൾക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് ഫിറ്ററിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് പറ്റിയ സിലബസ് ആണ്. തേർഡ് വന്നതും ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓട്ടോ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അത് വന്നപ്പോഴും നമുക്കൊരു 65 മാർക്കോളം ഓട്ടോമൊബൈൽ സൈഡുകാർക്കാണ്. ദെൻ 35 മാർക്കോളം ബേസിക് ഇലക്ട്രോണിക്സ് വരുന്ന രീതിയിലുമാണ് സിലബസ് ഇട്ടേക്കുന്നത്. സോ ഇത്തവണത്തെ എക്സാമിന് ശരിക്കും മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കും നമ്മുടെ AMVA ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ലൊരു പ്രാക്ടീസാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു ജോലി കിട്ടാവുന്ന രീതിയിലുള്ള എക്സാമുകളാണ്. സോ എക്സാം അപ്ലൈ ചെയ്തവരെല്ലാം കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക, കാര്യമായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്.